ചലച്ചിത്ര നടൻ മുകേഷ് എൻ്റെ കോളേജ് മേറ്റാണ്. ഞാൻ അവിടെ കൊല്ലം എസ് എൻ കോളേജിൽ PG ചെയ്യുമ്പോൾ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു മുകേഷ്. അപ്പോൾ ഇന്നിപ്പോൾ നടനാണ്, നിയമസഭാംഗമാണ്. അങ്ങനെ ഒരുപാട് ടാലൻ്റുള്ള ഒരാളാണ് മുകേഷ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, നിങ്ങൾക്കറിയുന്ന വടക്കേയുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയുള്ള അനുഭവം ഒരിക്കൽ മുകേഷ് പറഞ്ഞിട്ടുണ്ട്. കൊല്ലം എസ് എൻ കോളേജിൽ അദ്ദേഹം പ്രീഡിഗ്രിക്ക് ചേർന്നപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് എടുക്കാനായിരുന്നു മുകേഷിന് താല്പര്യം. എന്നാൽ മാധവന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ദേഷ്യം വന്നു. ഫ്രഞ്ച് എടുത്തിട്ട് നീ എന്തുണ്ടാക്കാൻ പോവാണ് എന്ന് അദ്ദേഹം ചോദിച്ചു. മലയാളം എടുത്താൽ മതി. അച്ഛൻ കട്ടായം പറഞ്ഞു. അപ്പം മുകേഷ് വളരെ ഭയത്തോടെ പറഞ്ഞു, മലയാളം എടുത്താൽ ഞാൻ തോറ്റുപോകും. ജയിക്കും വരെയല്ലേ തോക്കുള്ളൂ. കൂടുതൽ തവണ പഠിച്ചാൽ കൂടുതൽ നല്ലതാവും എന്ന് കട്ടായം പറഞ്ഞു അച്ഛൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മനമാറ്റം ഉണ്ടാകാത്ത മുകേഷിനെ മലയാളത്തിലേക്ക് മാറ്റാൻ നേരിട്ട് SN കോളേജിൽ ചെന്നു മാധവൻ. പ്രിൻസിപ്പലിൻ്റെ മുറി കയറിയിരുന്നു. എന്നിട്ട് മകനെ വിളിപ്പിച്ചു. നിർബന്ധിതമായി അപേക്ഷ എഴുതിച്ച് അദ്ദേഹം അന്ന് മുകേഷിനെ മലയാളത്തിലേക്ക് മാറ്റിച്ചു. കാര്യം ഫ്രഞ്ച് എടുക്കുന്ന അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. കാരണം മാധവൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാം. അടിമുടി നാടക നടനായിരുന്നു അദ്ദേഹം. KPC, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, ഈ നാടക സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഊടും പാവും നൽകിയതിൽ വളരെ പ്രധാനിയായിരുന്നു മാധവൻ. അതുകൊണ്ട് തന്നെ മലയാളം പഠിച്ചിരിക്കണം. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളൊക്കെ മലയാളത്തിൽ നല്ല പ്രാവീണ്യമുള്ളവരാകണം എന്ന് നിർബന്ധമുള്ള ആളുകളായിരുന്നു സഖാക്കൾ. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ദേഷ്യം നിരാശമൊക്കെ വന്ന തൻ്റെ മകൻ മലയാളം എടുക്കാതെ കോളേജ് പ്രീഡിഗ്രിക്ക് ചേർന്നപ്പോൾ സെക്കൻഡ് ലാംഗ്വേജായി ഫ്രഞ്ച് എടുക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ടെൻഷൻ. എന്തായാലും നിർബന്ധപ്പെടുത്തി അദ്ദേഹം മലയാളത്തിലേക്ക് മാറി. പിന്നീട് സിനിമാ ലൊക്കേഷനൊക്കെ ചെന്നപ്പോഴാണ് ഡയലോഗുകളൊന്ന് മാറ്റാനും തിരിക്കാനും തിരക്കഥയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ ഇങ്ങനെ ചെയ്തുകൂടി എന്ന് ചോദിക്കാനുമൊക്കെ അദ്ദേഹത്തിന് പ്രേരകമായത് ഈ മലയാളത്തിലേക്കുള്ള മാറ്റമാണ്. അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിച്ചിരുന്നെങ്കിൽ മലയാളം മനസ്സിലാകത്തുമില്ല. ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചിലപ്പോഴൊക്കെ തന്നെ തിരക്കഥയിൽ സംഭാഷണങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായേനെ. അന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മലയാള പഠനം സാധ്യമായി. ആ മലയാള പഠനം ജീവിതത്തിൽ വലിയ അത്താണിയായി എന്നാണ് പിന്നീട് പറഞ്ഞത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നീട് മധുരിക്കും എന്നാണ് പഴയുള്ള ആൾക്കാർ പറയുന്നത്. നമുക്ക് ആദ്യം ഇത് കയ്പായി തോന്നും, പിന്നീട് ചിലപ്പം ഗുണമാവുകയും ചെയ്യും. അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കും പ്രായമുള്ള ആളുകൾ നമ്മോട് ചിലത് പറയുക. അതിൽ പതിരുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പതിരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളാം, പക്ഷേ പരമാവധി അത് ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമം ഉണ്ടാകണം. അപ്പം മുകേഷിൻ്റെ അച്ഛൻ്റെ ഈ അനുഭവം, അല്ലെങ്കിൽ മുകേഷിൻ്റെ ഈ അനുഭവം ഓർത്ത് നമുക്കൊരു ചിന്ത വയ്ക്കാം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നീട് മധുരിക്കും.